गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ഏപ്രിൽ 20 മുതൽ 26 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മേടം 7 മുതൽ 13 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ സൂര്യനും ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസൗഖ്യം കുറയും. കോപം നിയന്ത്രിക്കണം. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. കാര്യതടസ്സവും മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദുർജന സംസർഗവും ബന്ധുക്കളെ കൊണ്ട് ദുഃഖവും അനുഭവിക്കേണ്ടി വരും. ശത്രുശല്യം വർദ്ധിക്കും. കുടുംബസുഖം ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം ഉണ്ടാകും. ഭാര്യയ്ക്കും പുത്രന്മാർക്കും രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും വ്യയസ്ഥാനത്ത് സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടവും ബന്ധുക്കളുമായി വിരോധവും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. തൊഴിൽ പുരോഗതി, അംഗീകാരങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അമിതമായ ചെലവുകൾ ഉണ്ടാവും. സ്വർണ്ണാഭരണ ലാഭം ഉണ്ടാകാം. കുടുംബസൗഖ്യവും സന്തോഷവും ഉണ്ടാകും. ശത്രുശല്യം കുറഞ്ഞു തുടങ്ങും. സുഖഭോജനം ലഭിക്കും. ധനപരമായ പുരോഗതി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്ത മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും ലാഭസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അഗ്നിയും ആയുധവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അശന ശയനസുഖം ഉണ്ടാകും. ധനപരമായ അനുകൂലമായ കാലമല്ല. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. അപമാനകരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ലക്ഷ്മി നാരായണ പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും കർമ്മസ്ഥാനത്ത് രവിയും ലാഭസ്ഥാനത്ത് ഗുരുവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മ പുരോഗതി ദൃശ്യമാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാര്യതടസ്സവും ഉഷ്ണരോഗങ്ങളും ഉണ്ടായേക്കാം. ഭാഗ്യതടസ്സം കാണുന്നു. സന്താന ഗുണം കുറയും. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. കളത്ര സൗഖ്യം ഉണ്ടാകും. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സം നേരിടും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ബുധനും ശുക്രനും ശനിയും ഭാഗ്യസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്ത് ഗുരുവും സഞ്ചരിക്കുന്നു. ദുഷ്ചെലവ്, പൈതൃക സ്വത്തുക്കൾ കൈമോശം വരിക എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സന്താന ഗുണം ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം, ബന്ധുക്കൾക്ക് അരിഷ്ടത എന്നിവയ്ക്ക് യോഗം കാണുന്നു. പലവിധ ആപത്തുകളെ നേരിടേണ്ടതായി വരും. തൊഴിൽ രംഗത്തെ അസ്വസ്ഥതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളും അഷ്ടമത്തിൽ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടായേക്കാം. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾക്ക് സാധ്യത. ഭയം, അനാരോഗ്യം എന്നിവ ഉണ്ടാകും. ശത്രുശല്യം കുറയും. അധികാരപരിധി വർദ്ധിക്കും. മനസ്സന്തോഷവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. പലവിധ കലഹങ്ങൾ ഉണ്ടായേക്കാം. ദൂരദേശയാത്രയും അലച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, ശനി എന്നിവരും കളത്രസ്ഥാനത്ത് സൂര്യനും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനം കൂടുതലായി വേണ്ടിവരും. കാര്യതടസ്സം ഉണ്ടാകും. ഭയം വർദ്ധിക്കും. കർമ്മതടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യവർദ്ധനവും ഉന്നതന്മാരുടെ പ്രീതിയും ലഭിക്കാൻ സാധ്യത കാണുന്നു. യാത്രാക്ലേശവും കഷ്ടതയും ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കും. അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ലക്ഷ്മീനാരായണ പ്രീതിയും ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ള നക്ഷത്രങ്ങൾ. ഇവർക്ക് പുത്രസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും ശത്രുസ്ഥാനത്ത് സൂര്യനും കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗം ശമിക്കും. ആഗ്രഹസാഫല്യം ഉണ്ടാകും. ധനച്ചെലവ് വർദ്ധിക്കും. അനുഭവഗുണം വർദ്ധിക്കും. ധാതുക്ഷയം മൂലം ശരീരത്തിന് അസുഖങ്ങൾക്ക് സാധ്യത. വിവേകശൂന്യമായ പെരുമാറ്റത്തിന് സാധ്യത കാണുന്നു. മനസമാധാനം കുറയും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. സന്താന ഗുണവും ബന്ധുഗുണവും ഉണ്ടാകും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം മഹാലക്ഷ്മി പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും പുത്രസ്ഥാനത്ത് സൂര്യനും ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോവിഷമങ്ങൾ അനുഭവപ്പെടും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. കർമ്മങ്ങൾക്ക് തടസ്സം നേരിടും. ജ്വരവും രക്തവാർച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനലാഭവും യാത്രാഗുണവും ഉണ്ടാകും. ശത്രുക്കളെ കൊണ്ടുള്ള ദുരിതങ്ങൾ വർദ്ധിക്കും. ഗ്രഹവാഹനാദി സൗഖ്യം ഉണ്ടാകും. കലഹപ്രവണത ഉടലെടുക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും സുഖസ്ഥാനത്ത് രവിയും പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങൾ വർദ്ധിക്കും. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾക്ക് ഹാനി ഉണ്ടാകും. ഭാര്യാകലഹത്തിനും നയനരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ശത്രുഭയം ഉണ്ടാകും. സന്താനാർത്ഥികൾക്ക് പുത്രഭാഗ്യം ലഭിക്കും. ആജ്ഞാശക്തിയും ധനലാഭവും ഉണ്ടാകും. സ്ഥാനപ്രാപ്തിയും നാൽക്കാലി ലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും സഹോദരസ്ഥാനത്ത് രവിയും സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. പുതിയ വീട് പണിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പലവിധ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ശത്രുശല്യം കുറയും. രോഗങ്ങൾ ശമിക്കും. ധനസമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ബന്ധുഗുണം കുറയും. അനുഭവഗുണം വർദ്ധിക്കും. വിദ്യാതടസ്സവും നയനരോഗങ്ങളും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും ശുക്രനും ശനിയും ധനസ്ഥാനത്ത് രവിയും സഹോദരസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം ഉണ്ടാകും. ചതിയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. അനുചിതമായ ചിന്തകളും പുത്രദുഃഖവും ഉണ്ടാകും. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. സ്ഥാനഭ്രംശവും കാര്യതടസ്സവും ഉണ്ടായേക്കാം. അശന ശയന സുഖവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. രോഗങ്ങൾക്ക് സാധ്യത. അന്യദേശയാത്രകൾ വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.